2018 പ്രളയത്തിൽ തൃശൂരിലെ 127 അപേക്ഷകർക്ക് സർക്കാർ ഇനിയും ധനസഹായം നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. തൃശൂർ കളക്ടറേറ്റിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് അപേക്ഷ നൽകിയത്. 2018 മഹാപ്രളയത്തിൽ തൃശൂർ ജില്ലയിൽ വീട് തകർന്ന 127 പേർക്ക് ഇനിയും ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതായത് മഹാദുരന്തം സംഭവിച്ച 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രളയബാധിതർക്ക് ധനസഹായം നൽകുവാൻ സംസ്ഥാന സർക്കാരിനും റവന്യൂ വകുപ്പിനും സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അലംഭാവവും തുറന്നു കാട്ടുന്നതാണ് വിവരാവകാശ മറുപടി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കുന്ന ജനപ്രതിനിധികൾ എന്തുകൊണ്ടാണ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാത്തത്? പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത്? 2018 പ്രളയത്തിൽ തൃശൂരിലെ 127 അപേക്ഷകർക്ക് സർക്കാർ ഇനിയും ധനസഹായം നൽകിയിട്ടില്ലെന്നുള്ള വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, 2018 പ്രളയത്തിൽ ഈ തൃശ്ശൂരിലെ 127 അപേക്ഷകർക്കാണ് ഇനിയും ഈ ധനസഹായം ലഭിച്ചിട്ടില്ലാത്തത്. ദുരന്തം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷവും ഇരകൾ ഈ ധനസഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ തന്നെ ഈ നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് വീടുകൾക്കും അതുപോലെ തന്നെ അവരുടെ മറ്റ് കെട്ടിടങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ നിരവധി അപേക്ഷകൾ തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനായി 347,57,94,620 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 127 അപേക്ഷകളാണ് ഇനിയും പെൻഡിംഗ് ഉള്ളത് എന്നുള്ളത് ഈ വിവരാവകാശ രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിവരാവകാശ പ്രവർത്തകർ നൽകിയിട്ടുള്ള ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത് തൃശൂർ കളക്ടറേറ്റിലെ ഈ കെ സെഷനിലുള്ള സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇത്തരത്തിൽ സെപ്റ്റംബർ 25-ാം തീയതി ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിലാണ് ഈ 127 അപേക്ഷകൾ ഇനിയും പെൻഡിംഗ് ആണ്, അതിൽ ഇനിയും നൽകിയിട്ടില്ല എന്നുള്ള വിവരം ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നൽകാത്തത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ അർഹതയുള്ളവരാണോ അർഹതയില്ലാത്തവരാണോ എന്നുള്ള കാര്യം, അതിൽ അങ്ങനെയാണെങ്കിൽ അർഹത ഇല്ലാത്തത് കൊണ്ട് നൽകിയിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടണമായിരുന്നു. എന്നാൽ ഇതിൽ 127 അപേക്ഷകൾക്ക് ഇനിയും നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കൃത്യമായും ഇതിൽ റവന്യൂ വിഭാഗവും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഇടപെടൽ അത് അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ ഇത്രയധികം ഇരകളെ ബാധിക്കുന്ന ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള ഇരകൾ ഇനിയും കാത്തിരിക്കുകയാണ്, അവർക്ക് ഈ ഒരു ധനസഹായം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ശരി.